ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി പഠിച്ച ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കിലെ ബാക്കി ക്ലാസ്സുകളും കൂടെയാണ് നോക്കുന്നത്. അപ്പം ഒരു മാർക്ക് പോലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നഷ്ടമാകില്ല. എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെപ്പോലെ അല്ലെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്നുകൊണ്ട് PSC ട്രൈ ചെയ്യുന്നവരുണ്ട്, അഥവാ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണിത്. ടോപ്പിക്ക് പഠിച്ചവർക്ക് ഇതൊരു എന്താ പറയുക, ഒരു റിവിഷനായിട്ട് മാറും. അറിയാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒരു മാർക്കെങ്കിലും കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇതെന്നറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് PSC ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന PSCക്ക് പഠിക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് ഷെയർ ചെയ്താൽ അവർക്കും ഒരു ഉപകാരമായിരിക്കും, എല്ലാവർക്കും. അതായത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു മാർക്ക് എന്തായാലും, ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾക്ക് ഒരു മാർക്ക് എന്തായാലും ഇവിടെ നിന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അതിൻ്റെ 100% ഉറപ്പാണ്. ഓക്കെ, അപ്പം തുടങ്ങാം. യോനോ ക്യാഷ് എന്താണെന്ന് നോക്കാം. 2019 മാർച്ച് 16 ആരംഭിച്ചതാണ് ഈ യോനോ ക്യാഷ് എന്ന് പറയുന്ന സാധനം. നമ്മളിപ്പോൾ SBI കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബാങ്കുകളെ കുറിച്ച് പഠിച്ചു, വാണിജ്യ ബാങ്ക് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നതാണ് SBI എന്ന് പറയുന്നത്. SBIയിൽ കഴിഞ്ഞ 2 ടോപ്പിക്കുകളിലായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് നിലയിൽ വന്നത്, മുൻഗാമി എന്നാണെന്നുള്ള കാര്യമൊക്കെ. ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ വന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് പഠിക്കാം. എന്നിട്ട് അതിനുശേഷം മറ്റിതര ബാങ്കുകളിലേക്ക് പോകാം. അപ്പോൾ 2019 മാർച്ച് 16 ആരംഭിച്ചു എന്താണ് യോനോ ക്യാഷ് എന്നറിയപ്പെടുന്നത്. ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതിനായി SBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ എന്നറിയപ്പെടുന്നത്. അപ്പം ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കിടക്കീഴിൽ ലഭ്യമാകുന്നതിനായി SBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് യോനോ ബാങ്കാണ്, അതായത് യോനോ ക്യാഷാണ്. യു ഓൺലി നീഡ് വൺ എന്നുള്ളതാണ്. യു ഓൺലി നീഡ് വൺ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സ്വപ്ന ബർമനാണ് കേട്ടോ. ഹെപ്റ്റാത്തലിൻ താരമാണ് ഈ സ്വപ്ന ബർമൻ എന്നറിയപ്പെടുന്നത്. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് എന്താണ്? യോനോ ക്യാഷ് ആണ്. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് എന്തെന്ന് ചോദിച്ചാലും ഈ യോനോ ക്യാഷ് ആണ്. ഓക്കെ, കച്ചവടക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് SBI പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഏതാണ്? അത് യോനോ മെർച്ചൻറ്റ് ആപ്പ് എന്നുള്ളതാണ്. കച്ചവടക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി SBI പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് യോനോ മെർച്ചൻറ്റ് ആപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ യോനോ ആപ്പിനെ പരിഷ്കരിച്ചുകൊണ്ട് SBI ആരംഭിക്കുന്ന പ്രത്യേക ഡിജിറ്റൽ ബാങ്കാണ് ഓൺലി യോനോ എന്നറിയപ്പെടുന്നത്. അപ്പം യോനോ ആപ്പിനെ പരിഷ്കരിച്ചുകൊണ്ട് SBI ആരംഭിക്കുന്ന പ്രത്യേക ഡിജിറ്റൽ ബാങ്കാണ് എന്തെന്നറിയപ്പെടുന്നത്? ഓൺലി യോനോ എന്നറിയപ്പെടുന്നത്. ഇസ്രായേലിലെ ശാഖ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് SBI ആണ്. ഇസ്രായേലിലെ ശാഖ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് SBI ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്കും ഏതാണ്? SBI ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്കും ഏതാണ്? SBI ആണ്. ചൈനയുടെ ദേശീയ നൂതന പേയ്മെൻറ്റ് സംവിധാനവുമായി ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കും SBI ആണ്. ചൈനയുടെ ദേശീയ നൂതന പേയ്മെൻറ്റ് സംവിധാനവുമായി ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കും ഏതാണ്? അത് SBI ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് അതാണ്, SBI ആണ്. ഇസ്രായേലിൽ ശാഖ തുറന്നതും SBI ആണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? SBI ആണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? അത് നമ്മുടെ SBI ആണ്. 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്ക് ആരാണ്? അത് SBI ആണ്. 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് ഇത് നമ്മുടെ SBI എന്നറിയപ്പെടുന്നത്. സേവിംഗ്, ഹ്രസ്വകാല നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI എന്നറിയപ്പെടുന്നത്. അപ്പോൾ സേവിംഗ്, ഹ്രസ്വകാല ലോൺ നിരക്കുകൾ അല്ലെങ്കിൽ ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായിട്ട് ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്ന് വെച്ചാൽ SBI ആണ് കേട്ടോ. അപ്പം സേവിങ്സ്, ഹ്രസ്വകാല ലോണുകൾ എന്നിവ
എന്തിയായിട്ട് RBIയുടെ റിപ്പോ നിരക്കുമായിട്ട് ബന്ധിപ്പിച്ച ആദ്യ ബാങ്ക് എന്ന് വെച്ചാൽ SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ അവതരിപ്പിച്ച ബാങ്കും SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഗ്രീൻ കാർ ലോൺ. SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ഡോക്ടർ ജോൺ മത്തായി ആണ്. SBIയുടെ സ്ഥാപക ചെയർമാനായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ്. ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ ആയിരുന്നു. 24ാമത്തെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു. ആദ്യ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അരുന്ധതി ഭട്ടാചാര്യ ആയിരുന്നു. 24ാമത്തെ ചെയർപേഴ്സൺ ആയിരുന്നു കേട്ടോ. നിലവിൽ ചെയർമാനായിരുന്നത് ദിനേഷ് കുമാർ ഖാരെയാണ്. 26ാമെന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഈ ടോപ്പിക്ക് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ചെയർമാൻ ഏതെന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ഭാരതീയ മഹിളാ ബാങ്ക്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ന്യൂഡൽഹി ഭാരതീയ മഹിളാ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ്. മുൻ പ്രധാനമന്ത്രി ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെ 96ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് എന്തെന്നറിയപ്പെടുന്നത് നമ്മുടെ ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ 19 ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത്. 2013 നവംബർ 19 എന്നാണ് 2013 നവംബർ 19. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നാണ് മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം. മഹിളാ ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മഹിളാ ബാങ്ക് ആരംഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 3ാമത്തെ രാജ്യമാണ്. പാകിസ്ഥാനും ടാൻസാനിയയുമാണ് 1ഉം 2ഉം രാജ്യങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ച് നിലയിൽ വന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് നിലയിൽ വന്നത് എവിടെയാണ്? മുംബൈയിലാണ്. കേരള മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലയിൽ വന്നത് മണക്കാട്, തിരുവനന്തപുരത്തെ മണക്കാടാണ് കേരള മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ശാഖ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയാണ്. 2017 ഏപ്രിൽ 1 മഹിളാ ബാങ്കിനെ SBIയിൽ ലയിപ്പിച്ചു. അപ്പം 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്കിനെ എവിടെ ലയിപ്പിച്ചു? SBIയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. 2017 ഏപ്രിൽ 1 എന്ത് ചെയ്തു? ഭാരതീയ മഹിളാ ബാങ്കിനെ SBIയിൽ ലയിപ്പിച്ചു. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനമായിരുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ആസ്ഥാനം എവിടെയായിരുന്നു? ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. മഹിളാ ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് ഉഷ അനന്തസുബ്രഹ്മണ്യനാണ്. ചോദിക്കും, മഹിളാ ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നതാണ്? അത് ഉഷ അനന്തസുബ്രഹ്മണ്യൻ ആണ്. അടുത്ത് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ ഇന്ത്യൻ മേഖലയിൽ ബിഗ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ബാങ്കുകളാണ്. ബിഗ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന, അതായത് SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC ബാങ്ക് എന്നിവയാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിലെ ബിഗ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC ബാങ്ക്. ഇനി നമ്മൾ പഠിക്കുന്ന IDBI ആണ്. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പഠിക്കുന്നത്. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് IDBI എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതെന്ത് ചെയ്തു? സ്വകാര്യ മേഖലയിലേക്ക് മാറ്റി. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? അത് IDBI ആണ്. IDBI സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിച്ചതെന്നാണ് 2019 ജനുവരി 21 കേട്ടോ. IDBI സ്വകാര്യ മേഖലാ ബാങ്കായിട്ട് പുനഃസ്ഥാപിച്ചത് 2019 ജനുവരി 21. 2019 ജനുവരി 21. IDBI ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1964 ജൂലൈ 1 നിലവിൽ വന്നത്. അപ്പോൾ IDBI ബാങ്ക് നിലവിൽ വന്നതെന്നാണ്? 1964 ജൂലൈ 1. അത് സ്വകാര്യ ബാങ്കായിട്ട് മാറ്റിയത് 2019 ജനുവരി 21. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത്? 1964 ജൂലൈ 1. പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC IDBIയുടെ 51% ഓഹരി സ്വന്തമാക്കിയതോടെയാണ് എന്താണ് IDBIക്ക് ഒരു പൊതുമേഖലാ പദവി നഷ്ടമായത്. LIC ആണ് ഇതിൻ്റെ എല്ലാ ഷെയറുകളും വാങ്ങിയിട്ടുള്ളത്. IDBIയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദിക്കും, മുംബൈയിലാണ്. IDBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച SBIയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? എങ്കിൽ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ? എവിടെയാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം? അത് ന്യൂഡൽഹിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായിട്ട്, വനിതാ ബാങ്കായിട്ട് ന്യൂഡൽഹിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം SBIയുടെ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? SBI ബാങ്കിൻ്റെ ആസ്ഥാനം അത് മുംബൈയിലായിരുന്നു കേട്ടോ, മുംബൈയിൽ. അപ്പം നമ്മൾ പഠിച്ചെന്താണ്? പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് IDBI എന്ന് പഠിച്ചു. IDBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് ആസ്ഥാനം വരുന്നത്. ഒട്ടുമിക്ക ബാങ്കുകളുടെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണെങ്കിലും അത്യാവശ്യം ചില ബാങ്കുകളുടെ ആസ്ഥാനം മറ്റ് ചില സംസ്ഥാനങ്ങളിലും കൊണ്ടിട്ടുണ്ട്. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് IDBI എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിൽ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്ക് ഏതാണ്? അത് IDBI ആണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് 1964 ജൂലൈ 1 IDBI എന്ന് പറയുന്നു. 2019 ജനുവരി 21 എന്താക്കി മാറ്റി? അത് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ICICI ബാങ്കിനെ കുറിച്ചാണ്. ICICI ബാങ്ക്
ICICI ബാങ്കിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്നാണ്. അപ്പോൾ ചോദിക്കും താഴെ പറയുന്നതിൽ ഏത് ബാങ്കിൻ്റെ ഫുൾ ഫോമാണ് ഇതെന്ന് വെച്ചാൽ ഏതാണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെയാണ് ICICI ബാങ്കിൻ്റെ ഫുൾ ഫോമാണ് കേട്ടോ. 1955 ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരൻറ്റ് കമ്പനി രൂപീകൃതമായി. 1955 എന്ത് ചെയ്തു? ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ ഒരു പാരൻറ്റ് കമ്പനി രൂപീകൃതമായി. 94 ICICI ബാങ്ക് രൂപീകരിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ICICI ബാങ്ക് രൂപീകരിച്ചതെന്നാണ് 1994 ICICI ബാങ്ക് എന്നാണ് 1994. അപ്പോൾ SBI എന്നാണ് 21 രൂപീകരിച്ചെങ്കിലും ഇമ്പീരിയൽ ബാങ്കായിട്ട് രൂപീകരിച്ചെങ്കിൽ 55 ദേശസാൽക്കരിച്ച് അതിനെന്താ SBI ആയിട്ട് മാറി. ഭാരതീയ മഹിളാ ബാങ്ക് എന്നാണ് 2013 നവംബർ 19 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ADB എന്നാണ് രൂപീകൃതമായത് 1964 ജൂലൈ 1 നമ്മൾ പഠിച്ചു. അത് സ്വകാര്യ മേഖലാ ബാങ്കായത് 2019 ജനുവരി 21 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ പഠിക്കുന്ന ICICI ബാങ്കാണ്. ICICI ബാങ്ക് രൂപീകൃതമായത് 1994 ICICI ബാങ്ക്. ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ മൊബൈൽ ATM ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? അത് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമേ മൊബൈൽ ATM അവതരിപ്പിച്ച ICICI ബാങ്കാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് 1998 ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം എന്നാണ്. 1998 ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? അത് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമേ കറൻറ്റ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ICICI ബാങ്കാണ്. കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായിട്ട് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്ക് ഏതാണ്? അത് ICICI ബാങ്കാണ്. 2021 ഏപ്രിലിൽ ICICI ബാങ്ക് റീറ്റെയിൽ വ്യാപാരികൾക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ ബാങ്കിങ് സേവനമാണ് മെർച്ചൻ്റ് സ്റ്റോക്ക് എന്നറിയപ്പെടുന്നത്. അപ്പം 2021 ഏപ്രിലിൽ ICICI ബാങ്ക് റീറ്റെയിൽ വ്യാപാരികൾക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ ബാങ്കിങ് സേവനമാണ് എന്തെന്നറിയപ്പെടുന്നത്? മെർച്ചൻ്റ് സ്റ്റോക്ക് എന്നറിയപ്പെടുന്നത്. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ്? നമ്മുടെ ICICI ബാങ്കാണ്. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്തു? കാർഷിക വായ്പകൾ നൽകാൻ അല്ലെങ്കിൽ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്കും ICICI ബാങ്കാണ്. ICICI ബാങ്കിൻ്റെ ആദ്യ വനിതാ ചെയർമാൻ ആരായിരുന്നു? ചന്ദ കെച്ചാർ ആണ്. ചന്ദ കെച്ചാർ. ICICI ബാങ്കിൻ്റെ ആദ്യ വനിതാ ചെയർമാൻ എന്നാരാന്ന് പറഞ്ഞത്? ചന്ദ കെച്ചാറാണ്. എന്നാണ് രൂപീകൃതമായത്? 1994 രൂപീകൃതമായത്. എവിടെയാണ് ആസ്ഥാനം? മുംബൈയിലാണ് ആസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമേ കറൻസി നോട്ടുകളുടെ ഷോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ആരംഭിച്ച ബാങ്കാണ്. സോർട്ടിങ്ങിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ നിയോഗിച്ച ബാങ്ക് എന്ന് വെച്ചാലും ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാകുന്നതിന് FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ചതും നമ്മുടെ ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്തു? 1 വർഷത്തേക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാകുന്നതിന് FD എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കും ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ചതും ഏതാണ്? നമ്മുടെ ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമേ വോയിസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് സർവീസും ആരംഭിച്ച ബാങ്കും ഏതാണ്? നമ്മുടെ ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നതും ICICI ബാങ്കാണ്. അപ്പോൾ ICICI ബാങ്കിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് അടുത്ത് പഠിക്കാം. ഒന്നുകൂടെ നോക്കാം. ICICI ബാങ്കിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. 95 ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരൻറ്റ് കമ്പനി രൂപീകൃതമായി. 1994 ICICI രൂപീകൃതമായി. ഇന്ത്യയിൽ ആദ്യമേ മൊബൈൽ ATM അവതരിപ്പിച്ചു. ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക്. കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിന് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ചു. മെർച്ചൻ്റ് സ്റ്റോക്ക് എന്ന സംഭവം ആരംഭിച്ചു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ നൽകാൻ ലഭ്യമാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമേ കറൻസി നോട്ടുകളുടെ ഷോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമേ വോയിസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ചു. യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നതും ICICI ബാങ്കാണ്. ആരാണ്? യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ബാങ്കാണ്. സാർവത്രിക ബാങ്കിങ് എന്ന ആശയം കൊണ്ടുവന്ന കമ്മിറ്റിയാണ് RH ഖാൻ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ബാങ്കിങ് അഥവാ സാർവത്രിക ബാങ്കിങ് എന്ന ആശയം കൊണ്ടുവന്ന ആരാണ്? RH ഖാൻ കമ്മിറ്റിയാണ്. ആരാണ്? RH ഖാൻ കമ്മിറ്റി. സാർവത്രിക ബാങ്കിങ് എന്ന ആശയം കൊണ്ടുവന്നത് RH ഖാൻ കമ്മിറ്റിയാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? അത് നമ്മുടെ ICICI ബാങ്കാണ് അല്ലേ. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? അത് നമ്മുടെ ICICI ബാങ്കാണ്. അപ്പം സാർവത്രിക ബാങ്കിങ് എന്ന ആശയം കൊണ്ടുവന്ന കമ്മിറ്റി ഏതാണ്? RH ഖാൻ കമ്മിറ്റി. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? നമ്മുടെ ICICI ബാങ്കാണ്.
പോക്കറ്റ്സ് എന്ന പേരിൽ മൊബൈൽ ഫോണുകൾ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. പോക്കറ്റ്സ് എന്ന പേരിൽ എന്ത് ചെയ്തു? മൊബൈൽ ഫോണുകളുടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. വാട്സപ്പിലൂടെ ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്കാണ് എമിറേറ്റ്സ് ഇസ്ലാമിക് എന്നറിയപ്പെടുന്നത്. എമിറേറ്റ്സ് ഇസ്ലാമിക്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ്. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്.